എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നല്ല പുട്ടിയൊക്കെ അടിച്ച് അതിൻ്റെ കൂടെ ക്യാമറേൻ്റെ ലൈറ്റിംഗ് കൂടെ ആയപ്പോൾ എന്തോ പോലെ ആയിട്ടുണ്ടല്ലേ മുഖം. എന്തിനാണെന്നറിയില്ലേ ഇന്നത്തെ വീഡിയോ? ഇന്നാണ് കസിൻ്റെ കല്യാണം. ഇതാണ് നമ്മളുടെ കല്യാണ പെണ്ണ്. ഭയങ്കര ബിസിയാണ്, ഫോട്ടോഷൂട്ടിലും കാര്യങ്ങളിലാണ്. കല്യാണ പെണ്ണായിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ, ക്യാമറമാരെല്ലാവരും നമ്മളുടെ പിറക്കെ ആയിരിക്കുമല്ലോ. എൻ്റെ ഉമ്മാൻ്റെ അനുജത്തിൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ആരും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരായതുകൊണ്ട് തന്നെ നമ്മളായിരിക്കും ഓഡിറ്റോറിയത്തിൽ ഫസ്റ്റ് വരിക. നമ്മൾ വന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് പിന്നെ ആയിരിക്കും നമ്മളെ ബന്ധുക്കാർ, റിലേറ്റീവ്സ് എല്ലാവരും വന്നു തുടങ്ങുക. ലാസ്റ്റാണ് ചെക്കൻ്റെ കൂട്ടുകാർ വന്നിട്ട് കല്യാണം നടക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളിതേ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റേജിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മളുടെ കല്യാണ പെണ്ണിൻ്റെ എൻട്രി. ആദ്യമേ ഒരുങ്ങിയിട്ട് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, ബ്രൈഡ്സിൻ്റെ റൂമിൽ പോയി ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന ടൈമിലായിരിക്കും ബ്രൈഡ് വരിക. അങ്ങനെ ഇതേണ്ടി നല്ല ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് ഫുള്ളൊരു ലുക്ക് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല മേക്കപ്പൊക്കെ ആണെങ്കിലും ഓവറൊന്നും ആവാണ്ട് സിമ്പിളായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു ചെക്കൻ വന്ന് അവിടെ നിക്കാഹ് നടക്കുന്ന ടൈമിൽ നമ്മളെല്ലാവരും പെണ്ണിനെ കൊണ്ട് സൈഡിൽ കൂടെ ബാക്കിലേക്ക് വന്നിട്ട് പെണ്ണിനെ വെൽക്കം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആ ഒരു ടൈമിൽ ഇതേ നമ്മളുടെ പുതിയാപ്ല പയ്യനും വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കൂടെ നമ്മളുടെ കസിൻസ് കുട്ടികളും ഉണ്ട്. അതിലൂടെ തന്നെ ചെക്കൻ്റെ കൂടെ വന്ന ചെക്കൻ്റെ പെങ്ങളും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കാരും എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. ചെക്ക് വന്ന ആ ഒരു ടൈം ആയപ്പം തന്നെ നമ്മുടെ ഓഡിറ്റോറിയം ഫുൾ ആൾക്കാരായിട്ടുണ്ട്. നമ്മളെല്ലാവരുടെയും ബന്ധുക്കാരെല്ലാം വന്നിട്ട് നല്ലൊരു അടിപൊളി കല്യാണം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെൺകുട്ടീനെ അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നൊരു ഫ്രീ ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ബിസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. മാമാമാർ 2 പേരുണ്ട്. അപ്പോൾ ആ 2 പേരും കൂടെ ആയിരുന്നു നമ്മുടെ പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരുന്നത്. എൻ്റെ കല്യാണ സമയത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ. എൻ്റെ 2 മാമാമാരുമായിരുന്നു എന്നെ കൈപ്പിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചെക്കൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹർമാല അണിയാൻ പോവാണ്. നിക്കാഹ് ആദ്യം തന്നെ കഴിഞ്ഞു. ആദ്യം ചെക്കൻ വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേജിൽ ഇരുന്നിട്ട് നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് പെൺകുട്ടീനെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിക്കാഹ് നടത്തിയിട്ടുള്ള ആ മഹർമാല പെൺകുട്ടിക്ക് കൈമാറുന്നൊരു ചടങ്ങാണിത്. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോട്ടോ സെക്ഷനാണ്. നമ്മളെല്ലാ ബന്ധുക്കാർ വന്നിട്ടുള്ളവരെല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഫോട്ടോ എടുക്കലുണ്ടല്ലോ, ആ ഒരു സെക്ഷനാണ്. അതിൻ്റെ മുന്നേ കുറേ റോസാപ്പൂക്കളൊക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രൈഡിനും ഗ്രൂമിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കുട്ടികളെ കൊണ്ടായിരുന്നു കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുതിരപ്പന്തി ഫാമിലി ഉണ്ട്, എൻ്റെ ഉമ്മച്ചീൻ്റെ ഫാമിലിയാണ്. അതെല്ലാവരും കൂടി കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മളുടെ കയ്യിലൊരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഇല്ലല്ലോ. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അവനിക്ക് അവിടുത്തെ ബഹളവും ചൂടും എല്ലാം കൂടെ കാണാൻ ആൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സൈഡിൽ ഇരുന്നു, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ ചെക്കനും പെണ്ണിനും നല്ലൊരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫ് എല്ലാവരും വിഷ് ചെയ്യണം. നല്ലൊരു അടിപൊളി ജീവിതം മുന്നോട്ട് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.